ഗൈസ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിത് അവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു സൺഡേ ആണ്. പിന്നെ ഓണത്തിൻ്റെ അന്നത്തെ വ്ളോഗാണ്. ഓണത്തിന് എല്ലാവർക്കും ലീവ് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സൺഡേത്തെ വ്ളോഗായിട്ടാണ് ഇന്ന് വന്നത്. കുറച്ചായി ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചധികം ടൈം തന്നെ ആയിട്ടുണ്ടല്ലോ. പക്ഷേ ഓരോ കാരണം കൊണ്ടും വേറെ ഓരോ വീഡിയോസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് ഇങ്ങനെ ലേറ്റായി ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. പൂരി, പിന്നെ നൈറ്റിൽ ഓൾറെഡി ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുക. അതാണ് നമ്മളുടെ മെയിൻ രാവിലത്തെ പണി. ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പം വേഗം എൻ്റെ പണികളൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കാമല്ലോ, ഒപ്പരം ഇരിക്കാമല്ലോ. ഇങ്ങനെ മനസ്സിലായില്ലേ? പക്ഷേ എന്താണ്, മൂപ്പര് പഠിത്തമൊന്നും എണീക്കില്ല എന്നറിയാം. അതിനെക്കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പണികളൊക്കെ തീർത്തേക്കും ചെയ്യാം. പക്ഷെ ഷാക്ക് അതുപോലെ തന്നെ കല്യാണം ഉണ്ട്. ചിലപ്പം പോവും, ചിലപ്പം പോവില്ല. പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം പോകണില്ല എന്നൊക്കെ തീരുമാനിച്ച് ഇങ്ങനെ ഇരുന്നതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ നീറ്റ് പോണേ കണ്ടു. അപ്പോൾ രാവിലെ പൂരി ചിക്കൻ കറിയൊക്കെ ഞാൻ രാവിലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പം നെത്തലുണ്ടായിരുന്നു. നെത്തൽ കുറച്ച് നെത്തൽ തന്നെയല്ലേ പറയുക, കുറച്ച് വലുതായിട്ടുള്ള അതുണ്ടായിരുന്നു. കുറച്ച് പാർട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തോ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, മറന്നു. പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വേഗം ക്ലീനാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള കറി, മീൻ കറി, തേങ്ങ അരച്ച കറിയായിരുന്നു, അതുണ്ടാക്കലായിരുന്നു. അപ്പം തേങ്ങൻ്റെ കൂടെ ഇതേമാതിരി എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ പുളിവെള്ളം കൂടി കൂട്ടി ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കല്. ഒന്നായിട്ട് ഇട്ടുകൊണ്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ക്രഷായി കിട്ടിയിട്ട് അതിലേക്ക് പിന്നെ തക്കാളി അതാകുമ്പോൾ ഒന്ന് പേസ്റ്റായി കിട്ടും. മറ്റേ കറിയിൽ ഇങ്ങനെ വേറിട്ടിങ്ങനെ മരുന്നാവും. പിന്നെ നമ്മളെ കറിയിലേക്ക് മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഉലുവ അതും കൂടി ഇട്ട് അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ച് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് നമ്മളെ സൈഡിൽ അവിടെ പാർട്സ് ഒന്ന് വേവിച്ചു, അതൊന്ന് ഫ്രൈ ആക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മീൻ ഇതവിടെ ഏകദേശം മീനൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് ഇനി വറവിട്ട് പാരാൻ ഉള്ളി, ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ എന്തെങ്കിലും മല്ലിച്ചപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി ഇട്ടുകൊണ്ട് ഇതാക്കിയെടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് നെത്തൽ പൊരിക്കാനും വെച്ചു, പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കാനും വെച്ചു. ബാക്കിയുള്ളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം. ഇങ്ങനെ സൺഡേ ആകുമ്പം എല്ലാവരും ഉണ്ടാകുമ്പം ഒന്നായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നൈറ്റിലേക്കും പിറ്റേന്ന് രാവിലത്തേക്കും അങ്ങനത്തെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നു കിട്ടുമല്ലോ. അതിൻ്റെ ശേഷം കുറച്ച് ക്ലീനിങ് പണികളൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചേരൽ, നമ്മൾ ഇപ്പോൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കൊട്ടത്താളത്തിലുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ അടുക്കളയും കാര്യം താഴെ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ മേലേക്ക് വന്നപ്പോൾ ഒരാൾ ഓണെന്ന് ഫോണിൽ കളിച്ച് ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. ബാക്കി പാടുന്നു സമയത്രയും ഞാൻ ഉറപ്പിക്കാൻ വന്നിട്ടു. പിന്നെ പുറത്തേക്ക് തിരുമ്പാക്കണ്ടേ? അപ്പം നീറ്റിട്ടൊന്നുമില്ല. ഞാൻ അതിൻ്റെ ശേഷം വന്നിട്ട് നിങ്ങളെല്ലാം അതിൻ്റെ ശേഷം ഞാൻ വന്നില്ലല്ലോ. താഴത്തെ കുക്കിങ്ങിൻ്റെ പണീൻ്റെ ഇടയിൽ കൂടി ഈ ബെഡ്ഷീറ്റിന് അതുപോലെ തിരുമ്പാനുള്ള കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അവിടെ സൈഡിലായി കഴിഞ്ഞാൽ നമ്മൾ പണി കഴിയുമ്പോഴത്തിന് ഇത് ചിക്കാനുള്ളത് സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഇന്നലെ നൈറ്റ് വരുമ്പം ലുലു മാളിൽ പിന്നെ കൂട്ടാണ്ട് പോയിനി. അപ്പോൾ വരുമ്പോൾ കൊണ്ടുവന്ന ചോക്ലേറ്റ്സാണ്. കുറേ മുന്നത്ത് വീഴാണ് കേട്ടോ. ഓണത്തിൻ്റെ ആ ടൈമിലുള്ളതാണ്. അപ്പം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഗാലക്സിക്കും അതുപോലെ ഡയറി മിൽക്ക്. ഈ ഡയറി മിൽക്ക് അടിപൊളി സാധനമാണ് കേട്ടോ. എന്താണ് ഡെസേർട്ട് ബ്രൗണീൻ്റെത് അടിപൊളി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വായിലിട്ട് കഴിഞ്ഞാൽ കേക്കും ചോക്ലേറ്റും വന്നാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ടേസ്റ്റ്, അടിപൊളി സാധനം. ഇപ്പോൾ പൊളിച്ചൊക്കെ ഇട്ടോ അങ്ങനെ ഒറ്റടിക്ക് തിന്നൊന്നുമില്ല, അങ്ങനെ ആസ്വദിച്ച് തിന്നോളൂ. വന്ന് ഫിലിം കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ എടുക്കുമല്ലോ, കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കാറ്. എല്ലാം വേണ്ടി വെറുതെ ഇത് കിട്ടിയല്ലോ വിചാരിച്ച് അങ്ങനെ ഒറ്റയടിക്ക് തിന്ന് തീർക്കൊന്നുമില്ല. ഇനി നമ്മളെ നെക്സ്റ്റ് പരിപാടി ഇവിടെ ഒന്ന് അടിച്ചേരി വൃത്തിയാക്കണം. ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇന്നലെ നൈറ്റിൽ ഒക്കെ തിരുമ്പാനുള്ള ഇട്ടുകൊണ്ട് ഇന്നലെ നൈറ്റിൽ തന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടിരുന്നു. പിന്നെ കംഫർട്ടിൻ്റെ കവർ മാത്രം എടുക്കാനുള്ളതിന് അപ്പോൾ അതും കൂടി എടുത്ത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി ഓൾറെഡി ഇട്ടു. അത് ചിക്കാൻ അതും ഇട്ട് കഴിഞ്ഞപ്പം ആ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്ന് അടിച്ചേരി വൃത്തിയാക്കി
കുളിക്കുക, അത്രേ ഉള്ളൂ ഇന്നത്തെ പണി. അപ്പം മറ്റാൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ റെഡിയായി കല്യാണത്തിന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുളിക്കാൻ കയറിയത്. പക്ഷേ അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ബാക്കിയുള്ളവർ വരുന്നില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ സ്റ്റെക്കായി നിന്നു. സാറ്റർഡേയിലാണ് ഞാൻ മെയിനായിട്ട് ഈ നമ്മളെ റൂം ക്ലീൻ ചെയ്യുക, തുടയ്ക്കുക, ഫാൻ തുടച്ച് നന്നാക്കുക, അങ്ങനത്തെ പണികളൊക്കെ സാറ്റർഡേയിലാണ്. അത് നമുക്ക് സൺഡേ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുക. ഇന്ന് പിന്നെ ട്യൂഷനും ഒന്നുമില്ല, അതിനെക്കൊണ്ടൊന്നും പക്ക ഫ്രീ ആയിട്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നെടുക്കണോ, ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ലീവ് എടുക്കണമെങ്കിൽ ലീവ് എടുക്കാമല്ലോ. അപ്പോൾ പിന്നെ ഓണാണ്, നിർബന്ധമില്ല ക്ലാസ് വേണം എന്നുള്ളത്, എല്ലാവർക്കും ലീവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കൊണ്ട് ക്ലാസ് ഇല്ല. അപ്പം പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആവലും കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പണ്ടതാ ഞാൻ പോകട്ടെ കല്യാണത്തിന് നിന്നുകൊണ്ട് പോവുകയും ചെയ്ത്. പിന്നെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി, അങ്ങനെ ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ചിരുന്ന് അങ്ങനെ സമയം ഒപ്പിച്ച് വൈകുന്നേരമായിട്ടൊന്ന് ഫിലിമിന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിനൊന്ന് പോകണം. ഇന്നിപ്പം സൺഡേ ഓണാണ്, ലീവാണ്. കുറേ നേരം വെറുതെ ഫോണിൽ വീഡിയോസും കണ്ട് വെറുതെ യൂട്യൂബ് കണ്ട് ഇങ്ങനെ കുത്തിയിരുന്നു കുറേ നേരം. ഇന്നെന്തോ സൺഡേ ക്ലാസ് എടുത്തിട്ടില്ല, ഒരു ദിവസമെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടണം എന്നൊരാഗ്രഹം. വെറുതെ ചില്ലയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പം ഇനി ഞങ്ങൾ പുറത്ത് പോകുന്നു, ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ARM. അപ്പോൾ അത് പോകണം, കാണണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ തിരിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വരണം. അപ്പോൾ നിങ്ങളെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സങ്കടം വരും, ഓണസദ്യ കഴിക്കുന്നതും ഓരോ പ്രോഗ്രാമൊക്കെ. നമുക്ക് പ്രോഗ്രാമൊന്നും കിട്ടിയിട്ടില്ല, ആരും എന്നെ വിളിച്ചില്ല, അതന്നെ. അപ്പം നമ്മൾ ഫിലിമിനൊക്കെ പോട്ടെട്ടോ. ഓൾ സെറ്റ്. ലൈറ്റൊക്കെ 6:45 ഷോ. അപ്പം പിന്നെ വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതിയല്ലോ. പിന്നെ അതിന് പിന്നെ നമുക്ക് ചെറിയൊരു കുട്ടി പർച്ചേസിങ് ഉണ്ട്. കാരണം ഇപ്പോഴത്തെ മാളുകളിലുള്ള എല്ലാ ഇതിലും ഫുഡിന് നല്ല റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു പ്രതീക്ഷയിൽ ഓൾറെഡി അവിടെ നെസ്റ്റോ ഉണ്ട് അതിൻ്റെ ഇതിൽ തന്നെ, ബ്ലൂ ഡയമണ്ട് മാളിൽ. അതിനെക്കൊണ്ട് പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാം എന്ന് ഇതിലും കൂടിയാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. പറഞ്ഞാൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും, ഓണാണ്, അതിനെക്കൊണ്ട് ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കയറിയിട്ടുണ്ട്. എന്തായാലും നല്ല റേറ്റുള്ള സാധനം ഉണ്ടാവുക. 100 റുപ്പീസൊക്കെയാണ് ഒരു പോപ്കോൺ, ചെറിയൊരു പോപ്കോൺ ഉള്ളത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് ബാഗിലിട്ടിട്ട് ഫിലിമിന് കയറാം. ചോപ്പ് ഇപ്പം പിന്നെ പണ്ടത്തെ മാതിരി ഒന്നുമല്ല, നേരത്തെ ബുക്ക് ചെയ്താൽ ടിക്കറ്റ് കാര്യങ്ങൾ നേരത്തെ കിട്ടുള്ളൂ. ഇന്ന് നമ്മൾ ARM കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഓൾറെഡി തലേന്ന് തന്നെ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇന്ന് പിന്നെ ലീവാണല്ലോ. അപ്പോൾ ഏതായാലും ലേറ്റായിട്ട് പോകുന്നു വേണ്ട, എന്തായാലും കുറച്ച് നേരത്തെ തന്നെ പോയാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ 6:45 ഫിലിമാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഫിലിമിന് പോയി. പിന്നെ 3D ഫിലിമാണ്. ഞാനിതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരു ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 3D ഫിലിം കാണാൻ എനിക്ക് ഗ്ലാസ് അറിയിച്ച് സ്വന്തമായിട്ട്. 3D ഫിലിമിൻ്റെ പേരെന്താ? ARM. നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? ഇല്ലല്ലോ, ബുക്ക് ചെയ്ത് എന്നോട് ആ റോഡ് സൈഡ് ഇന്ത്യക്കാരെ കണ്ടിട്ടുണ്ട്.
ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് സത്യല്ലേ? നിങ്ങൾക്ക് കണ്ണാണൂല അത്? നോക്കട്ടെ, കണ്ണാണൂല. കണ്ണാണൂന്ന് ഞാൻ പറഞ്ഞാൽ പോരെ. മറ്റേതാ ക്ലിപ്പ് ഓൺ, ലേസ് പറക്കണ കാണാം. പിന്നെ ആ ഗ്ലാസ്സൊക്കെ കിട്ടി, 3D ഗ്ലാസ്സൊക്കെ കിട്ടി. അങ്ങനെ ഫിലിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ല, നല്ലൊരു മൂവി. വലിയ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 3D കാണേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഫിലിമൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ ചെറിയ ഫുഡൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾക്ക് വാങ്ങിയ സാധനങ്ങൾ ലേസൊക്കെ കഴിച്ചു. ഫിലിമൊക്കെ കണ്ടിറങ്ങി. ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞു. കുഴപ്പമില്ല, നല്ലൊരു മൂവി. പിന്നെ 3D കാണണം എന്നുള്ള വലിയ ആവശ്യമൊന്നുമില്ല, 2D കണ്ടാലും മതി. വലിയ എഫക്റ്റ് കാര്യങ്ങളെന്ന് പറയാൻ മാത്രമുള്ള ഇതൊന്നുമില്ല. മറ്റേത് കണ്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യം, അതിൻ്റെ ഉള്ളിലത്തെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഗോകുലം മാളിലുള്ള സിനിപ്പോള് അതിനെക്കാട്ടിയും കുറച്ചൊരു കുറവുണ്ട്. വലിയ എക്സ്പെൻസ് അല്ല. നമ്മൾ കോഫി ക്യാപ്പച്ചീനൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20-30 റുപ്പീസിൻ്റെ ഒരു ഡിഫറൻറ്റ് ഉള്ളു. അല്ലാണ്ട് ഭയങ്കര ബഡ്ജറ്റ് ഒന്നുമില്ല. പിന്നെ ഒപ്പമുണ്ടൊക്കെ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഉണ്ട്. പിന്നെ ചിക്കൻ ഐറ്റംസ് കുറവാണ്. പക്ഷേ വാഷ്റൂം പോയിട്ടില്ല. ഞാനിങ്ങനെ മാളിലിങ്ങനെ മാൾ ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ട്, കോട്ടൊക്കെ ഓപ്പണാണ്, ബാക്കിയൊക്കെ ക്ലോസ് ചെയ്യും. ക്യാമറ ഉണ്ടോ? അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥ. എങ്ങനെയുണ്ട് എൻ്റെ ഫുൾ ഡ്രസ്? ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ലൈറ്റൊക്കെ ഓഫായി. എൻ്റെ ഉള്ളിൽ ആളില്ലായിരുന്നോ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കാണിച്ച കോപ്രായ ഫുള്ള് ഇതിൽ കണ്ടിട്ടുണ്ടാവും. അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കോപ്രായൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഓൾമോസ്റ്റ് ഷോപ്പുകളൊക്കെ ക്ലോസായി. മാളും ഒരുവിധമൊക്കെ ക്ലോസായി, ഷോപ്പുകളൊക്കെ ക്ലോസായി. ഫുഡ് കോർട്ട് ഓപ്പണാണ്. ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വന്നിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അന്ന് ഈ മേലത്തെ ഷോപ്പ് കാര്യങ്ങളൊന്നും ഓപ്പൺ അല്ലായിരുന്നു. ഇപ്പം ഓപ്പൺ ചെയ്താണല്ലോ. പിന്നെ ഫിലിം ഇവിടെ അങ്ങനെ ബുക്ക് ചെയ്യലില്ല, മെയിനായിട്ട് മറ്റോടത്ത് തന്നെ പോവല്. ഇനി ഇതൊന്ന് മാറ്റി പിടിച്ച് നോക്കണം. സുസുയിച്ചോ? ഡ്രസ്സൊന്ന് കാണിച്ചു കൊടുക്കും. ഇവിടെ ഉണ്ടായിരുന്നോ? പോഫായതാ. പിന്നെ ഫിലിമൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ 10:30 ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണതിൻ്റെ ഇടയിൽ ഒരു വണ്ടിക്കാർ ചെറിയതായിട്ടൊന്ന് മുട്ടിക്കാൻ, ഓരാണ് സ്പീഡ് പോണ ഒരു പോക്കും. അപ്പോൾ പിന്നെ അത് പറഞ്ഞപ്പം ഓരോരുത്തർ ഓക്കെ തംസപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് ഒരു പോയി ശരിയാക്കാന്നുള്ള മന്തിയിലാണ് പോയത്. കാരണം KSRTC ഉണ്ട്, വേറെ വണ്ടികളും ഉണ്ട്. ഒരു ലെവലില്ലാണ്ട് സ്പീഡ് ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് പോയി. മുട്ടിയില്ല എന്നുള്ള ലെവലിൽ ഇന്ന് ഓരോ പോക്ക്. പിന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം. ടൈം ഇത്രയില്ല. പിന്നെ എന്ത് കഴിക്കും എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ. പിന്നെ നമ്മൾക്ക് ഓൾറെഡി അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ തിന്നുകൊണ്ട് വലിയ വിശപ്പില്ല. പക്ഷേ നമ്മളൊരു സ്പോട്ട് ഓൾറെഡി കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ എവിടാണെന്ന് എന്താണെന്നൊന്നും കറക്റ്റ് അറിയില്ല. സ്ഥലം അറിയാം, അവിടെ ആണ് എന്നുള്ള സ്ഥലം അറിയാമെന്നല്ലാണ്ട് വേറെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും അറിയില്ല ഇനി. അപ്പം പോയി നോക്കാം എവിടെയാണ് ഇത്. പിന്നെ ലുലു മാളിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാവുമല്ലോ. ലുലു മാൾ ഓൾറെഡി ഓപ്പണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതുവരെ നമ്മൾ ആനിവേഴ്സറീൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ? ആനിവേഴ്സറീൻ്റെ ശേഷമല്ലേ? ആനിവേഴ്സറീൻ്റെ ശേഷമാണ് നമ്മൾ ഇതിനൊക്കെ പോയത്. അത് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ലേ? ഓരോ മെയിനായിട്ടുള്ള അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുമ്പം ആ വീഡിയോസ് ഇങ്ങനെ മറന്നു പോകും. ഇൻഷാ അല്ലാഹ് എന്തായാലും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അതും അപ്ലോഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ പോയി, അതൊക്കെ തന്നെ.
സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൊക്കേഷൻ അറിയാഞ്ഞിട്ട് ഏതിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ ഏതിൻ്റെ മുന്നിലാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. സ്ഥലം കറക്റ്റ് അറിയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുതാ കിസയിൽ എത്തിയിട്ടുണ്ട്. ഒരു എന്താണ് റൊമാൻറ്റിക് വൈബുള്ളൊരു സ്പേസ് ആയിരുന്നു. ഫുൾ ആ ഒരു തീമിലായിരുന്നു, റെഡ് ഹേർട്ട് അല്ലെ റെഡ് തീമിലായിരുന്നു അവിടെ ഫുള്ള് സെറ്റ് ചെയ്ത്. പിന്നെ അവിടെ ഒരു അടിപൊളി തവ ഷവായ ഉണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി സാധനം കേട്ടോ. ആ ഗ്രേവിനെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ പൊറാട്ടൊക്കെ വെച്ച് കഴിച്ചു. ഇപ്പോൾ സമയം 11:42. ഭയങ്കര ടൈഡ് ഒക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരാളിതാ കിടന്നു. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ. ഫിലിമിന് പോയി, ഫുഡൊക്കെ കഴിച്ചു, തിരിച്ച് വീട്ടിലെത്തി. കുഴപ്പമില്ല, നല്ലൊരു മൂവി ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.